ശ്രുതി മുമ്പ് ഗർഭിണിയായ വിവരം ദേവുവിൽ നിന്നും അറിയുന്ന രേവതി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് ഇത് മറ്റാരും അറിയരുതെന്ന് രേവതി ദേവുവിനോട് പറയുന്നു. പിന്നീട് ദേവു പറഞ്ഞതെല്ലാം ഓർത്ത് വണ്ടി ഓടിച്ചു വരുന്ന രേവതി ഒരു ഓട്ടോയ്ക്കിട്ട് ഇടിക്കാനൊരുങ്ങിയെങ്കിലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. തുടർന്ന് വീട്ടിലെത്തുന്ന രേവതി പിച്ചും പേയും പറയുന്നത് കേട്ട് ഓട്ടം പോകാനിറങ്ങുന്ന സച്ചിൻ ഞെട്ടിപ്പോവുകയും നീ ഏത് ബാറിലാണ് കയറിയതെന്ന് ചോദിച്ച് രേവതിയെ കളിയാക്കുകയും ചെയ്യുന്നു. ശേഷം അകത്തെത്തുന്ന രേവതി ഒരു ബോധവുമില്ലാതെ നടന്നു പോകുന്നത് കണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും ഇവൾക്ക് എന്തു പറ്റിയെന്ന് മനസ്സിൽ ചിന്തിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വീട്ടിലെത്തുന്ന ശ്രുതിയും സുധിയും ചന്ദ്രമതിക്ക് മധുരം നൽകുകയും ഇന്ന് 20 TV എൻ്റെ കടയിൽ നിന്ന് വിറ്റുപോയെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ചന്ദ്രമതി മധുരം നൽകിയപ്പോൾ ശ്രുതി ഗർഭിണിയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയതെന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണമെന്നും പറയുന്നു. ഇതേ സമയം ചായയുമായി അവിടെ എത്തുന്ന രേവതി ശ്രുതിയെ സൂക്ഷിച്ചു നോക്കുന്നു. തുടർന്ന് ചായയ്ക്ക് പകരം നീ എനിക്ക് കാപ്പിയാണോ തരുന്നതെന്ന് ചോദിച്ച് ചന്ദ്രമതി ദേഷ്യപ്പെടുകയും നിന്റെ തലയ്ക്ക് അടി കിട്ടിയോ എന്നും ചോദിക്കുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന വർഷയും ശ്രീകാന്തും സച്ചേട്ടൻ ചെയ്ത നല്ല കാര്യം നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇതേ സമയം പൂമാലയും ഇട്ട് കയറി വരുന്ന സച്ചിനെ ചന്ദ്രമതി കളിയാക്കുമ്പോൾ സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് എല്ലാവർക്കും മധുരം നൽകുന്ന സച്ചി ഇന്നെൻ്റെ വണ്ടിയിൽ കയറി ഒരു പെൺകുട്ടി പ്രസവിച്ചു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സുധിയും ശ്രുതിയും നീ ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചിട്ടാണ് ആ പെൺകുട്ടി പ്രസവിച്ചതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി ഇരുവർക്കും കണക്കിന് കൊടുക്കുന്നു. തുടർന്ന് പ്രസവവേദന എടുത്ത് സഹിക്കാനാവാത്ത ആ പെൺകുട്ടി ഹോസ്പിറ്റലിൽ വരെ എത്തില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ആ പെൺകുട്ടീനെ ഒരു വയറ്റാട്ടിയുടെ അടുത്ത് കൊണ്ടുപോയി എന്നും എൻ്റെ കാറിന് ചുറ്റും തുണി കെട്ടി ആ വയറ്റാട്ടി പെൺകുട്ടിയുടെ പ്രസവം എടുത്തുവെന്നും സുഖപ്രസവമായിരുന്നു എന്നും സച്ചി പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.